എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട പരീക്ഷകളൊന്നായ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ്. പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. സോ അതിനെ തുടർന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നമ്മൾ ഏറെ കാലമായിട്ട് കാത്തിരുന്ന ഒരു പരീക്ഷയാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഫോഴ്സ് ജോലി ലക്ഷ്യം വെക്കുന്നവർക്ക് ഏറ്റവും മികച്ച സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. 18-നും 36 വയസ്സിനും ഇടയിലുള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ്. നമ്മുടെ ഫോഴ്സ് ലെവൽ പരീക്ഷകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷയാണ്. മറ്റ് പരീക്ഷകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 12 +2 ലെവൽ പരീക്ഷകളാണ് CPO CEO ഒക്കെ വരുന്നത്. അതുപോലെ പക്ഷേ ഇത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 10ാം ക്ലാസ് യോഗ്യതയിൽ വരുന്ന ഒരു പരീക്ഷയാണ്. 18-നും 36 ഇതിൽ ഏജ് ലിമിറ്റ് വരുന്നത്. നമുക്കറിയാം മറ്റു പരീക്ഷകളുടെ ഏജ് ലിമിറ്റിനെ അപേക്ഷിച്ച് 36 വയസ്സ് നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പരീക്ഷ എഴുതാം. പക്ഷേ അതൊരു ആശങ്കയും കൂടെയാണ്. കാരണം കോമ്പറ്റീഷൻ കൂടുകയാണ്. അതുകൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ കാറ്റഗറി നമ്പറിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഏതാണ് കാറ്റഗറി നമ്പർ? 420/2025 18/4/2026 നടക്കാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ കാറ്റഗറി നമ്പർ എത്രയാണ്? 420/2025 ആണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. മറ്റ് ഫോഴ്സ് ജോലികളെ പോലെ അല്ലടാ, ഇതൊരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷാ തീയതി എന്നാണ് 18/4/2026 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ നടക്കുന്നത്. ഏത് മാസമാണ്? 18/4/2026 ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപേക്ഷകരുടെ എണ്ണമാണ്. എത്രത്തോളം അപേക്ഷകരാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളത് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയാണ്? 1,32,879 ആളുകളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു സംഖ്യ നമ്മളെ ഒരേ സമയം ആശങ്കപ്പെടുത്തുകയും അതുപോലെ തന്നെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷകരിൽ കഴിഞ്ഞ തവണത്തെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിലെ ലാസ്റ്റ് പരീക്ഷയെ സംബന്ധിച്ച് അപേക്ഷകരുടെ എണ്ണം കുറവാണ്. കാരണം ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ കുറവാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. എത്രയാണ്? 1,32,879 അപേക്ഷകരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഇത്തവണ അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കോമ്പറ്റീഷൻ ഈ ഒരു അത്രയും പറഞ്ഞിരിക്കുന്ന ആളുകളുമായിട്ടാണ്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവാണ് അപേക്ഷകരുടെ എണ്ണം. അത് നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. അതേസമയം കുറച്ച് ആശങ്കയ്ക്കുള്ള വക ഈ ഒരു നമ്പർ നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ കാറ്റഗറി നമ്പറിൽ നിന്ന് തുടങ്ങാം. 600/2021 കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ കാറ്റഗറി നമ്പർ വന്നിരുന്നത്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന എന്നാടാ 6/2/2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതുപോലെ തന്നെ എത്ര പേർക്ക് അഡ്വൈസ് പോയി എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 640 ആളുകൾക്കാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിരിക്കുന്നത് എന്നാണ് 9/1/2026 കണക്ക് പ്രകാരം എത്ര പേർക്ക് അഡ്വൈസ് പോയി? 640ഓളം ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താരതമ്യേന ഇല്ലെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. അപ്പോൾ ഭേദപ്പെട്ട ഒരു നിയമന നിരക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിന്ന് പോയിട്ടുണ്ട്. അത് നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം 640 എന്ന് പറയുന്ന അത്യാവശ്യം താരതമ്യേന ഭേദപ്പെട്ട ഒരു നിയമന നിരക്കാണ്. അതുപോലെ ഏതൊക്കെ റാങ്കിലുള്ള ഏതൊക്കെ വിഭാഗങ്ങൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു ഞാൻ സ്ക്രീനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ 640 പേരോളം നിയമിക്കപ്പെട്ടു കഴിഞ്ഞു റാങ്ക് ലിസ്റ്റിൽ നിന്ന്. അപ്പൊ ഈ 600/2021 ഈ പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയാണെന്ന് കൂടെ നമുക്ക് നോക്കേണ്ടേ. 58.33 ആയിരുന്നു കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത്. അതുപോലെ തന്നെ എത്ര പേര് ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് ആയിരുന്നടാ അതുകൂടെ നമ്മൾ പഠിക്കേണ്ടേ. 1239 ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു 600/2021 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടേതായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു അപേക്ഷകരെക്കാളും കൂടുതലായിരുന്നു. 1 ലക്ഷത്തോളം ആളുകൾ കൂടുതലായിരുന്നു കഴിഞ്ഞ തവണ അപേക്ഷിക്കാനായിട്ട്. അതുകൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പോവേണ്ടത് സിലബസിനെ പറ്റിയാണ്. ഏതൊരു പരീക്ഷയുടെയും നട്ടെല്ല് എന്ന് പറയാൻ പറ്റുന്നത് ആ പരീക്ഷയുടെ
സിലബസ് ആണ്. അപ്പോൾ ഈ സിലബസ് കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ചരിത്രത്തിൽ നിന്ന് 5 മാർക്ക് വരുന്നുണ്ട്, ഭൂമിശാസ്ത്രത്തിൽ നിന്നും 5 മാർക്ക്, ധനതത്വ ശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്കുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എത്ര മാർക്കാണ്? 8 മാർക്കാണ്. കേരള ഗവേണൻസിൽ നിന്ന് 3 മാർക്കുണ്ട്. പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന വിഷയത്തിൽ നിന്ന് എത്ര മാർക്ക്? 4 മാർക്കോളം വരുന്നുണ്ട്. ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് 3 മാർക്ക്, രസതന്ത്രത്തിൽ നിന്ന് 3 മാർക്ക്, കലാ കായികം സാഹിത്യം സംസ്കാരം എന്നീ മേഖലയിൽ നിന്ന് 4 മാർക്ക് വരുന്നുണ്ട്. പിന്നെ കറണ്ട് അഫേഴ്സിൽ നിന്ന് എത്ര ചോദ്യം വരുന്നുണ്ട്? 10ഓളം ചോദ്യങ്ങളാണ് കറണ്ട് അഫേഴ്സിൽ നിന്ന് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ മാത്സിൽ നിന്ന് മെന്റൽ എബിലിറ്റിയിൽ നിന്നും 10 ചോദ്യങ്ങളുണ്ട്, ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്കുണ്ട്, പ്രാദേശിക ഭാഷയിൽ നിന്ന് 10 മാർക്കുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും റാങ്ക് നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് എത്ര മാർക്ക് ഉണ്ടടാ? 20ഓളം മാർക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇതൊരു ഫോഴ്സ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ റാങ്ക് നിർണ്ണയിക്കുന്ന ഫാക്ടർ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ്. നമുക്കറിയാം 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ അതൊരു ഫോഴ്സ് ജോലിയാണ്. ഫോഴ്സ് ജോലികളിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ സാധ്യതയുള്ള പരീക്ഷ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആണ്. സിഇഒ അപേക്ഷിച്ച് നോക്കിയാൽ, CPO അപേക്ഷിച്ച് നോക്കിയാൽ ഏതാണ്? APO ആണ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിനാണ് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ സാധ്യത ഉള്ള ഒരു ഫോഴ്സ് പരീക്ഷ. 10ാം ക്ലാസ് യോഗ്യതയുണ്ട്, 18 36 ആണ്, മറ്റേത് 26 വരെ പറ്റത്തുള്ളൂ ജനറൽ കാറ്റഗറിയിൽ. പക്ഷേ ഇതിന് 36 വയസ്സുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല ഒരു പരീക്ഷയാണ് വരാൻ പോകുന്നത്. ഇനി ആ സ്പെഷ്യൽ ടോപ്പിക്കിനെ നമുക്കൊന്ന് വിശദമായിട്ട് പഠിച്ചാലോ? കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതികളും 5 മാർക്കാണ്. 5 മാർക്ക് എന്താണ്? കേരള ജയിൽ വകുപ്പും ഘടനയും പ്രവർത്തന രീതിയിൽ നിന്ന് ചോദിച്ചിരുന്നു. അതുപോലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 നിന്ന് 5 മാർക്ക് വന്നിട്ടുണ്ട്. പിന്നെ വിവരാവകാശ നിയമമുണ്ട് 2005, അതിൽ നിന്നൊരു 5 മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ മനഃശാസ്ത്രം, അടിസ്ഥാന തത്വങ്ങൾ, അതിൽ നിന്ന് എത്രയാടാ? ഒരു 5 മാർക്ക്. അങ്ങനെ ആകെ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആവണമെങ്കിൽ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിലബസിൽ നിന്നുള്ള കാര്യങ്ങൾ. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വരാം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ എക്സാം ഡേറ്റ് ഞാൻ പറഞ്ഞു 18/4/2026 നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മുൻപിൽ അധികം സമയമില്ല. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അല്പം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ ആ ബൃഹത്തായ ഒരു സിലബസ് നമ്മൾ കീഴടക്കണമെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആവശ്യമാണ്. കൃത്യമായിട്ടുള്ള ഒരു മെന്റർ നമ്മുടെ ഒപ്പം ഉണ്ടാവണം. സോ അതിനെല്ലാമുള്ള ഒരു സൊല്യൂഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നു. അപ്പം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് റെക്കോർഡഡ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് കൂടെ ഞാൻ പറഞ്ഞു തരാം. 200 മണിക്കൂറിന് മുകളിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നിങ്ങളുടെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റാങ്ക് മേക്കേഴ്സ് ആയിട്ടുള്ള ഫാക്കൽറ്റികൾ അണിനിരക്കുന്ന 200 മണിക്കൂറിന് മുകളിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ ടോപ്പിക് വൈസ് ഉണ്ട്, ഫുൾ മോക്ക് ടെസ്റ്റുകളുണ്ട്, റിവിഷൻ എക്സാമുകളുണ്ട്. ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ടാലന്റിന്റെ കറണ്ട് അഫേഴ്സ് ടീം, അന്നത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച കറണ്ട് അഫേഴ്സ് ടീമാണ് ടാലന്റിൻ്റെത്. അപ്പോൾ ഡെഡിക്കേറ്റഡ് കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ടാവും. അതുപോലെ 200-ൽ പരം സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഏറ്റവും അനുഭവ സമ്പത്തുള്ള റിസർച്ച് സ്കോളേഴ്സ് തയ്യാറാക്കിയിട്ടുള്ള 200+ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഏറ്റവും അനുഭവ സമ്പത്തുള്ള എക്സ്പേർട്ട് റിസർച്ച് സ്കോളേഴ്സ് തയ്യാറാക്കിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ അത് 200-ന് മുകളിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ ഈ കോഴ്സിലുടനീളം നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ പഠന രീതികൾ വിലയിരുത്താൻ, നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് വിലയിരുത്താൻ, എല്ലാത്തിനുമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ഉണ്ടാവും. ഒരു മെന്റർ കോഴ്സിലുടനീളം ഒരു മെന്റർ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനും അതുപോലെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് നമ്മളൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇതൊന്നുമല്ല, ലൈഫ് ടൈം വാലിഡിറ്റിയോട് കൂടിയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഉദ്യോഗാർത്ഥികളിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ എന്നാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് കൂടെ നിങ്ങൾ നോക്കുക. ഫെബ്രുവരി 16-നാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അഡ്മിഷനായിട്ട് നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 7593985757 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും. അതില്ല എങ്കിൽ ഞങ്ങൾ ഒരു ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിലായിരിക്കും നമ്മൾ ആ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ
അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൽ ഒരു റാങ്ക് ഉറപ്പിക്കാൻ നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്കൊരു നല്ലൊരു പഠനം ആവശ്യമാണ്. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുവാനായിട്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഒരു ബുക്ക് ടാലന്റ് അക്കാദമി ടാലന്റ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടുത്തി അതിനെ ആധാരമാക്കി കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം വാങ്ങുന്നതിന് മറ്റ് വിശദ വിവരങ്ങൾക്കുമായിട്ട് സ്ക്രീനിൽ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. 8590575710, 8590575712. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും ഈ ബുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പരീക്ഷയിൽ ഏറ്റവും നിർണായക ഘടകമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫുൾ മാർക്കും ഉറപ്പിക്കാനായിട്ട് ഈ പുസ്തകം ഏറ്റവും മികച്ച പഠന സഹായിയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ മടിച്ചു നിൽക്കാതെ ഈ പുസ്തകം വാങ്ങി നിങ്ങളുടെ പഠനം ഇനിയും ആരംഭിക്കുക. കാരണം നമുക്ക് മുമ്പിൽ ഇനി അധികം സമയമില്ല. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ഡ്രീം ജോലിയിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. മറ്റൊരു പരീക്ഷയുടെ വിശദാംശങ്ങളുമായിട്ട് നമ്മൾ ഇനിയും കണ്ടുമുട്ടാം. അതുവരെ